2009 മണ്ഡല പുനർനിർണയത്തിന് മുമ്പ് കേരളത്തിൽ മുസ്ലിം ലീഗിന് ഏറ്റവും പ്രാമുഖ്യമുള്ള മണ്ഡലം പൊന്നാനിയായിരുന്നു. പിന്നീട് ആ മണ്ഡലത്തിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വന്നു. പഴയ മഞ്ചേരി മണ്ഡലത്തിലെ ചില ഭാഗങ്ങൾ കൂടി ചേർത്ത് മലപ്പുറം എന്നൊരു പുതിയ പാർലമെൻറ്റ് മണ്ഡലം ഉണ്ടാക്കിയപ്പോൾ അതാണ് ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ പൊന്നാപുരം കോട്ട. മലപ്പുറം മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിലെ 7 അസംബ്ലി സെഗ്മെൻറ്റ്സിലും മുസ്ലിം ലീഗിൻ്റെ MLA മാരാണുള്ളത്. മങ്കട, പെരിന്തൽമണ്ണ മുതൽക്ക് വേങ്ങര, മലപ്പുറം, മഞ്ചേരി അടക്കം 7 അസംബ്ലി മണ്ഡലങ്ങളിലും മുസ്ലിം ലീഗിൻ്റെ MLA മാരുള്ളത്. കേരളത്തിൽ മറ്റൊരു മണ്ഡലത്തിലും ഇങ്ങനെ ഒരു പ്രാതിനിധ്യം അവകാശപ്പെടാൻ പറ്റുകയില്ല. അതിൽ നിന്ന് തന്നെ ആ മണ്ഡലത്തിൻ്റെ സ്വഭാവം വളരെ വ്യക്തമാണ്. മലപ്പുറത്തെ തെരഞ്ഞെടുപ്പ് വളരെ ആലങ്കാരികമാണ്. അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ആളുകൾ ഏപ്രിൽ 26-ാം തീയതി വോട്ട് ചെയ്യാൻ പോകും എന്നുള്ളത് ശരിയാണ്. അതിനപ്പുറത്ത് വലിയ മത്സരത്തിനൊന്നും അവിടെ യാതൊരു സ്കോപ്പുമില്ല. മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് E.T. മുഹമ്മദ് ബഷീറാണ് മത്സരിക്കുന്നത്. അവർ ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥിയാണ്. ഇതിനു മുമ്പ് കുഞ്ഞാലിക്കുട്ടി മത്സരിച്ച് ജയിച്ച മണ്ഡലമാണ്. അതിനു മുമ്പ് അഹമ്മദ് മത്സരിച്ച് ജയിച്ച മണ്ഡലമാണ്. അവിടെ മുസ്ലിം ലീഗിൻ്റെ ഒരു സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുത്ത് വെറുതെ വീട്ടിലിരുന്നാൽ മതി, ആളുകൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കും. പിന്നെ ഏറനാട്ടിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കോണി എന്ന് പറയുന്നത് അതൊരു മതപരമായ ചിഹ്നം എന്ന ഒരു നില പോലും അവിടെ വന്നിട്ട് അത് സാമുദായികമായ ഒരു പരിപ്രേക്ഷ്യം ആ ചിഹ്നത്തിന് വന്നു കഴിഞ്ഞിട്ട് ലീഗിൻ്റെ പച്ചക്കൊടിക്ക് വന്നിട്ട് അതുകൊണ്ട് അവിടെ CPM-ഉം കോൺഗ്രസും കൂടി ഒരുമിച്ച് മത്സരിച്ചാലും മുസ്ലിം ലീഗിന് തോൽപ്പിക്കാൻ പറ്റില്ല. അത്ര ശക്തമായ ഒരു വോട്ട് ബേസാണ് മുസ്ലിം ലീഗിനുള്ളത്. അതുകൊണ്ട് കേരളത്തിൽ തീരെ മത്സരമില്ലാത്ത ഒരു മണ്ഡലം നമ്മുടെ മലപ്പുറമാണ്. മറ്റൊന്ന് വയനാട്. അത് ഈ 2 മണ്ഡലങ്ങളിലും വലിയ മത്സരമൊന്നുമില്ല. അവിടെ E.T. മുഹമ്മദ് ബഷീർ മത്സരിക്കുന്നു. അദ്ദേഹത്തിനെതിരെ ആരെങ്കിലും ഒരു സ്ഥാനാർത്ഥി മത്സരിക്കണമല്ലോ. അതുകൊണ്ട് LDF വസീഫ് എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനെ നിർത്തിയിട്ടുണ്ട്. കാലാകാലങ്ങളിൽ ആ മണ്ഡലത്തിൽ മത്സരിച്ച് തോക്കാൻ ഏതെങ്കിലും നേർച്ചക്കോഴിയുടെ പാർട്ടി ഇങ്ങനെ കൊണ്ടു നിർത്താറുണ്ട്. ഇത്തവണ വസീഫിനാണ് അങ്ങനെ നറുക്ക് വീണിട്ടുള്ളത്. അദ്ദേഹം മത്സരിക്കുന്നു. അതിനപ്പുറത്ത് അദ്ദേഹത്തിന് വലിയ അത്ഭുതങ്ങളൊന്നും സൃഷ്ടിക്കാൻ പറ്റിയില്ല. കഴിഞ്ഞ തവണ VP സാനുവാണ് മത്സരിച്ചത്. തോൽക്കാൻ തയ്യാറായിട്ടാണ് സാനു മത്സരിച്ചത്. അന്ന് ഞാൻ സാനുവിനെക്കുറിച്ച് ഒരു തമാശ പറഞ്ഞത് ലീഗുകാരുടെ വൃത്തങ്ങളിൽ വലിയ വളരെയധികം പ്രചാരം നേടിയതാണ്. അതായത് സാനു അന്ന് വിവാഹം കഴിച്ചിട്ടില്ല. സാനുവിന് കല്യാണാലോചന വരുമ്പോൾ പറയാം കുഞ്ഞാലിക്കുട്ടി സാഹിബിനെതിരായിട്ട് മലപ്പുറത്ത് മത്സരിച്ചാണ് എന്ന്. അത്ര തന്നെ വസീഫിനുള്ളൂ. ഞാൻ മനസ്സിലാക്കിയത് വസീഫിൻ്റെ കല്യാണം കഴിഞ്ഞാണെന്നാണ്. അപ്പോൾ അതുപോലും പറ്റുകയില്ല. അതല്ലാതെ അതിൻ്റെ അകത്ത് യാതൊരു നേട്ടവുമില്ല. E.T.ക്കെതിരെ മലപ്പുറത്ത് മത്സരിച്ച ആളാണ് എന്ന് പറയാം എന്നുള്ളതിനപ്പുറത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. പിന്നെ BJP-യും കണക്കൊപ്പിച്ച ഒരു സ്ഥാനാർത്ഥി നിർത്തിയിട്ടുണ്ട്. അതിലൊരു ചെറിയ തമാശ ഉള്ളതെന്ന് വെച്ചാൽ ഇദ്ദേഹം മുസ്ലിം ലീഗുകാർ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറാക്കി കൊണ്ടുവന്ന ആളാണ്. മുസ്ലിം ലീഗിന് VC ആകാനായിട്ട് ഒരാളില്ലാതെ വന്നപ്പോൾ കോൺഗ്രസിൽ നിന്ന് ദത്തെടുത്ത ആളാണ് ഡോക്ടർ അബ്ദുൽ സലാം. അദ്ദേഹം കൊല്ലം സ്വദേശിയാണ്. കേരള കാർഷിക സർവകലാശാലയിലെ അഗ്രോണമി പ്രൊഫസറായിരുന്നു. കശുവണ്ടിയെക്കുറിച്ച് ഗവേഷണം നടത്തി ഡോക്ടറേറ്റ് എടുത്ത ആളാണ്. അദ്ദേഹം പിന്നീട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ VC ആയിരിക്കുന്ന സമയത്ത് അവിടെ ലീഗുകാരായിട്ട് വഴക്കായി, കോൺഗ്രസ്സുകാരായിട്ട് വഴക്കായി, CPM-കാരായിട്ട് പിന്നെ വഴക്കായിരുന്നു, BJP-കാരായിട്ടും വഴക്കായിരുന്നു, എല്ലാവരായിട്ടും വഴക്കായ ഒരാളാണ്. പക്ഷേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നല്ല രീതിയിൽ ഭരണം നടത്തിയ ആളാണ്. അദ്ദേഹം ഒരു തൻ്റെ ഇടമുള്ള ആളായതുകൊണ്ടാണ് ഇവരുടെയൊക്കെ ഈ എന്താണ് ഫത്വകൾ ധിക്കരിച്ച് തൻ്റേതായ രീതിയിൽ അവിടെ ഭരണം നടത്താൻ ശ്രമിച്ചത്. ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ട ആളാണ്. ശക്തനായ ഭരണാധികാരിയായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ഈ സർവീസിൽ നിന്ന് വിരമിച്ചതിന് ശേഷം BJP-യിൽ ചേർന്നു. BJP-യുടെ സംസ്ഥാനത്തെ ഒരു സമുന്നത നേതാവായിട്ട് വിലസുന്ന ആളാണ്. അദ്ദേഹത്തെയാണ് BJP അവിടെ മലപ്പുറത്ത് സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിട്ടുള്ളത്. സത്യം പറഞ്ഞ് E.T. മുഹമ്മദ് ബഷീറും കുഞ്ഞാലിക്കുട്ടിയൊക്കെ അതിന് ഉത്തരം പറയണം. ഇങ്ങനെ ഈ കാർഷിക സർവകലാശാലയിൽ അധികമൊന്നും അറിയപ്പെടാതിരുന്ന ഒരു അബ്ദുൽ സലാമിനെ തേഞ്ഞിപ്പലത്ത് കൊണ്ടുവന്ന് BC ആക്കി അത് ലീഗിന് തന്നെ ടാങ്കായിട്ട് മലപ്പുറത്ത് മത്സരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു തമാശ. തൊട്ടടുത്ത് കിടക്കുന്ന മണ്ഡലമാണ് പൊന്നാനി. പൊന്നാനിയെ സംബന്ധിച്ചോളം പറഞ്ഞാൽ മലപ്പുറത്തോളം ലീഗിൻ്റെ ശക്തി കേന്ദ്രമല്ല. മാത്രവുമല്ല അവിടുത്തെ 4 അസംബ്ലി മണ്ഡലങ്ങളിൽ ലീഗിന് പ്രാമുഖ്യമുള്ളതാണ്. കോട്ടക്കൽ പോലെ, തിരൂരങ്ങാടി, തിരൂർ പോലെ. താനൂർ ഇപ്പോൾ അബ്ദുറഹ്മാനാണ് MLA എങ്കിലും അത് പരമ്പരാഗതമായിട്ട് ലീഗിൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ്. പിന്നെ മറുഭാഗത്ത്, അതായത് ഈ മണ്ഡലത്തിന് തെക്കുഭാഗത്തുള്ള 3 മണ്ഡലങ്ങൾ, ഒന്ന് തവന്നൂരാണ്, മറ്റത് പൊന്നാനിയാണ്, മറ്റത് പാലക്കാട് ജില്ലയിൽ തൃത്താലയാണ്. ഇത് 3ഉം LDF-ന് പ്രാമുഖ്യമുള്ള പ്രദേശങ്ങളാണ്, ഹിന്ദു ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളാണ്. അങ്ങനെ ഇത് 4, 3, 7 മണ്ഡലങ്ങളാണ്. അവിടെ മുസ്ലിം ലീഗിന് എതിരെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ജയിക്കാൻ ഒരു വിദൂര സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസിൽ നിന്ന് വന്ന ഏതെങ്കിലും ഒരാളാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. അതുകൊണ്ടാണ് അബ്ദുറഹ്മാൻ മത്സരിച്ചത്. പിന്നീട് PV അൻവർ മത്സരിച്ചത്.
അൻവർ ഒരു പക്ഷേ ജയിച്ച് പോയേനെ കഴിഞ്ഞ തവണ. പക്ഷേ അവസാന സമയത്ത് രാഹുൽ ഗാന്ധി വന്നതുകൊണ്ട് കോൺഗ്രസ്സുകാരും ലീഗുകാരും തമ്മിലൊരു ഐക്യം ഉണ്ടായി. അല്ലെങ്കിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ കോൺഗ്രസ്സുകാർക്ക് ലീഗിനോട് വലിയ വിപ്രതിപത്തിയുള്ള, ലീഗിനോട് വലിയ എതിർപ്പുള്ള സ്ഥലമാണ് ഈ പൊന്നാനി അടക്കമുള്ള മലപ്പുറം ജില്ലയിലെ പ്രദേശങ്ങൾ. അപ്പോൾ അവർ ഒരു കോൺഗ്രസ്സുകാരനായ സ്ഥാനാർത്ഥി LDF സ്ഥാനാർത്ഥിയായിട്ട് വരികയാണെങ്കിൽ ആ സ്ഥാനാർത്ഥിക്ക് കൂട്ടി. പണ്ട് TK ഹംസ മഞ്ചേരിയിൽ ജയിച്ചത് അങ്ങനെയാണ്. ആ ഒരു വികാരം അവിടെയുണ്ട്. പക്ഷേ ഇത്തവണത്തെ സ്ഥാനാർത്ഥി ലീഗിൽ നിന്ന് കാലുമാറി വന്ന ആളാണ് KS ഹംസ. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് അവിടെ എന്തെങ്കിലും ചലനം സൃഷ്ടിക്കാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല, അതിനുള്ള കഴിവില്ല. പിന്നെ അതിന് ഭാഗത്തുള്ളൊരു പ്രവർത്തനം സംവിധാനങ്ങളൊന്നുമില്ല. സമസ്തയിലെ 2 ഗ്രൂപ്പുകാരും ഇദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നു. അപ്പോൾ സമസ്തയുടെ പിന്തുണ കൊണ്ട് ജയിച്ചു കളയാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഹംസ ലീഗിൽ നിന്ന് പെട്ടെന്ന് ചുവന്ന കുപ്പായം ധരിച്ച് അരിവാൾ ചുറ്റിയ നക്ഷത്ര അടയാളത്തിൽ മത്സരിക്കുന്നു. അതാണ് അതിൽ ഏറ്റവും വലിയ തമാശ. കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ച വരെ ലീഗുകാരനായിരുന്ന ഒരാൾ, പച്ചക്കൊടി പിടിച്ച് നടന്ന ആൾ, ഈ ആഴ്ച ഞാൻ ഇന്നോട്ട് സഖാവാണ്, എൻ്റെ പേര് ഇന്നോട്ട് സഖാവ് ഹംസ എന്നാണെന്ന് പറഞ്ഞ് ജനങ്ങളെ അഭിമുഖീകരിക്കുന്ന വളരെ പരിഹാസ്യമായ കാഴ്ചയാണ് നമ്മൾ പൊന്നാനിയിൽ കാണുന്നത്. ഇതുപോലെയുള്ള ഈ മുക്കുപണ്ടങ്ങളെ ഒക്കെ സഹിക്കേണ്ട വരുന്ന നാട്ടുകാരുടെ സ്ഥിതി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. എനിക്ക് അവരോട് സഹതാപം മാത്രമേ ഉള്ളൂ. പൊന്നാനിയിലെ ഇടതുപക്ഷക്കാരോടുള്ള സഹതാപം രേഖപ്പെടുത്താൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇതുപോലെയുള്ള ഏഴാം കൂലികളെ, എടുക്കാച്ചരക്കുകളെയൊക്കെ ചുമന്നുകൊണ്ട് എടുക്കാമെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സഖാവ് മത്സരിച്ച് അന്തസ്സായിട്ട് തോക്കുക. അരിവാൾ ചീറ്റിയ നക്ഷത്രം എന്നുള്ള അടയാളത്തിനൊരു അന്തസ്സില്ലേ, അതുപോലെ നഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇപ്പോൾ സഖാക്കന്മാരുടെ പ്രവർത്തനം. ഇത് ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, മലപ്പുറം ജില്ലയിലെ പല മണ്ഡലങ്ങളിൽ ഇതുപോലെ ഓരോ പണച്ചാക്കുകൾ വന്ന് മത്സരിക്കും. തലേൻ്റെ തലേ ആഴ്ച വരെ ലീഗുകാരനായിരുന്നു, ലീഗിൽ സീറ്റ് കിട്ടാതെ നോക്കുമ്പോൾ എന്നാൽ ഇനി സഖാവായി കളയാം എന്ന് വിചാരിച്ച് വരുന്ന ആൾക്കാരാണ്. PV അൻവർ അങ്ങനെ വന്ന ആളാണ്, അബ്ദുറഹ്മാൻ അങ്ങനെ വന്ന ആളാണ്, മറ്റ് പലരും അങ്ങനെ വന്നവരാണ്. മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകളായിട്ട് നിയമസഭയിലേക്ക് മത്സരിക്കുന്ന ആളുകളൊക്കെ ഇതുപോലെ ലീഗിൽ സീറ്റ് കിട്ടാത്തതുകൊണ്ട് എന്നാൽ സഖാവായി കളയാം, ഇനി അവിടെ നിന്ന് മത്സരിച്ച് ഒന്ന് ജയിക്കാൻ പറ്റുമോ നോക്കാമെന്ന് വിചാരിച്ച് വരുന്നവരാണ്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇവിടെ കാണുന്നത്. പിന്നെ BJPയുടെ വനിതാ സ്ഥാനാർത്ഥിയാണ്. അവർ വളരെ ആവേശത്തോട് രംഗത്തുണ്ട്. BJPക്ക് വോട്ട് ബേസുള്ള ചില ഏരിയകളൊക്കെ അവിടെ ഉണ്ട്. നിവേദിത ശക്തമായൊരു മത്സരം BJP കേന്ദ്രങ്ങളിൽ കാഴ്ചവെക്കും. കഴിഞ്ഞ തവണ പ്രൊഫസർ രമയാണ് മത്സരിച്ചത്. അതിനേക്കാളും കുറച്ചുകൂടി നില മെച്ചപ്പെടുത്താനുള്ള ശ്രമമായിരിക്കും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ വലിയ മാറ്റമൊന്നും ഉണ്ടാക്കാൻ ആർക്കും സാധിക്കില്ല. അവിടെ ലീഗ് സ്ഥാനാർത്ഥി സമദാനിയാണ്, വലിയ പ്രഭാഷകനാണ്, അറിയപ്പെടുന്ന വാഗ്മിയാണ്. അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ട് ജയിക്കാൻ കഴിയും. ലീഗിൻ്റെ ശക്തി കേന്ദ്രമാണ്, പ്രത്യേകിച്ചും മണ്ഡലത്തിൻ്റെ വടക്ക് ഭാഗങ്ങൾ. അപ്പോൾ അതുകൊണ്ട് സമദാനിയുടെ വിജയം ഏറെക്കുറെ തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞതാണ്. അതിനെക്കുറിച്ച് വലിയ ചർച്ചയ്ക്കൊന്നും സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.